നമുക്ക് ലെറ്റർ സ്റ്റാൻഡ് ഉണ്ടാക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് കഴിഞ്ഞ ദിവസം പറഞ്ഞു തന്നായിരുന്നു. ഞാൻ ഈ വീഡിയോക്ക് ഫുള്ളായിട്ട് ചെയ്യുവാണ്. ഇതിന്റെ 10 മിനിറ്റ് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് കട്ടായി പോകും. അത് കഴിയുമ്പോൾ വീണ്ടും അടുത്ത വീഡിയോക്കായിരിക്കും വരാം. ഇതായിരിക്കും പറഞ്ഞു പോകുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഞാനൊരു ബോക്സ് എടുത്തു. ബോക്സ് എടുത്തിട്ട് ഒരു തിക്നെസ് കൊടുത്തു. ഓക്കെ, ജസ്റ്റ് അതിനുശേഷം മേളത്തെ ഫേസ് ചെയ്യാൻ എടുത്തു. വീണ്ടും ഒന്നുകൂടെ എക്സ്ട്രൂഡ് കൊടുത്തു മേളിലേക്ക് പൊക്കി വെക്കും. ഇതിന്റെ വീതി ഇത്രയും വേണ്ടാത്തത് കൊണ്ട് ജസ്റ്റ് ഒന്നെങ്കിൽ വെർട്ടെക്സ് എടുത്തിട്ട് കുറയ്ക്കാം, അല്ലെങ്കിൽ 6 അടിച്ചിട്ട് കുറയ്ക്കുന്നതിന് കുഴപ്പമില്ല. ഞാൻ ടെക്സ് എടുത്തിട്ട് ജസ്റ്റ് ഇതിന്റെ വലിപ്പം കുറച്ച് ഓക്കെ. ഫേസ് മോഡിലേക്ക് പോയി ഈ രണ്ട് ഫേസ് ഞാൻ സെലക്ട് ചെയ്തു, ഫ്രണ്ടിലേക്ക് വെച്ചു. ഞാൻ വേറൊന്നും ചെയ്തിട്ടില്ല, വീണ്ടും എക്സ്ട്രൂഡ് കൊടുത്തിട്ടില്ല. നിങ്ങൾ കൊടുത്ത അതേ എക്സ്ട്രൂഡിൽ തന്നെ ഈ അടിയിലത്തെ ഗ്രീൻ നിറത്തിലുള്ള ആരോ മാർക്ക് പിടിച്ച് ജസ്റ്റ് ഓക്കെ. ഇത്രയും കഴിഞ്ഞ ദിവസം നിങ്ങൾ ചെയ്തതാണ്. അതിനുശേഷം എന്ത് ചെയ്യണം, ഞാൻ ബാക്ക് അടിവശം ഫോട്ടോത്തിലേക്ക് വന്നതിന് ശേഷം ജസ്റ്റ് ഞാൻ ഇൻസേർട്ട് എഡ്ജ് ലൂപ്പ് ടൂൾ ഉപയോഗിക്കാം. ഇൻസേർട്ട് എഡ്ജ് ലൂപ്പ് ടൂൾ ഉപയോഗിക്കുന്നത് ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് റൈറ്റ് പിടിച്ചാൽ മതി. ഞാൻ ഇവിടെ ഇൻസേർട്ട് ഇട്ട് കൊടുത്തു. ഇവിടെ ഇൻസേർട്ട് ഇട്ട് കൊടുത്തു. ഇവിടെ 4 കാലിന് വേണ്ടിയിട്ടുള്ള 4 ഇൻസേർട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതിന്റെ ആ തടിയുടെ ന് വേണ്ടിയിട്ട് ഞാൻ 4 ഇൻസേർട്ട് ഉള്ളിൽ ഇട്ട് കൊടുക്കും. അതിനുശേഷം ഞാൻ കാലിന്റെ പീസ് ഫുള്ളായിട്ട് സെലക്ട് ചെയ്ത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പുറത്തേക്ക് വരും. സെലക്ട് ചെയ്യുമ്പോൾ മറു സൈഡിലേക്ക് ഇവിടെ സെലക്ട് ആയിട്ടില്ല എന്ന് ഉറപ്പുവരുത്തുന്ന സെലക്ട് ആയിട്ടുണ്ടെങ്കിൽ ഡീഫോൾട്ട് വർക്ക് ചെയ്താണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. ഇപ്പൊ ഒറ്റയടിക്ക് എനിക്ക് വരാൻ വേണ്ടിയിട്ട് ഞാൻ ഇത്രയും സെലക്ട് ചെയ്തിട്ട് എനിക്ക് എന്ത് ചെയ്യാം, ഈ ചുറ്റിനുള്ള എഡ്ജസും എനിക്ക് വേണമെങ്കിൽ എടുക്കാം. കഴിഞ്ഞത് ഞാൻ ഉള്ളിലേക്ക് എടുത്ത് വെക്കുന്ന രീതിയായിരുന്നു പറഞ്ഞത്. ഞാൻ ഇപ്പൊ തിരിച്ചാണ് എടുക്കുന്നത്, ഓപ്പോസിറ്റ് ഓപ്ഷൻ എടുക്കുന്നത്. ഞാൻ മുമ്പ് പറഞ്ഞായിരുന്നു ഒരു ഇഷ്ടപ്രകാരം എനിക്ക് വേണമെങ്കിൽ ചെയ്യും. ജസ്റ്റ് ഞാൻ എടുക്കും, ഒന്നുകൂടെ സ്റ്റോർ കൊടുത്തിട്ട് ഡബ്ല്യൂ കൊടുത്ത് ചെയ്ത് പേനിലേക്ക് ഓക്കെ അല്ലേ? ഓക്കെ, അതിനുശേഷം കൺട്രോൾ പ്രസ് ചെയ്തുകൊണ്ട് ജസ്റ്റ് ഈ നടുക്കത്തെ ഫേസിനെല്ലാം ഞാൻ ഡീസെലക്ട് ചെയ്ത് കളഞ്ഞു. ഇപ്പൊ കാലിന്റെ ഫേസ് മാത്രമായിട്ട് സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിനെ ഞാൻ എക്സ്ട്രൂഡ് എടുത്തിട്ട് ഡബ്ല്യൂ പ്രസ് ചെയ്ത് മെയിനിലേക്ക് ഓക്കെ. ഡീസെലക്ഷൻ എടുക്കുന്ന വെച്ചാൽ ജസ്റ്റ് കൺട്രോൾ പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് സെലക്ഷനോടൊപ്പം ഡ്രാഗ് ചെയ്ത് വിട്ടാം. ഓക്കെ, അപ്പൊ ഇതാ ഇവിടെ വന്നിരിക്കുകയാണ്. ജസ്റ്റ് നമുക്ക് കാല് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത് ഒരു ലെവലാക്കാൻ വേണ്ടി ജസ്റ്റ് 6 പിടിച്ചിട്ട് സ്കെയിൽ ചെയ്ത് കഴിഞ്ഞാൽ ലെവലായി തിരിഞ്ഞു നിന്നത് ലെവലായിട്ടുണ്ട്. എല്ലാ കാലും ലെവലായി കാണാം. വീണ്ടും ഒരു എക്സ്ട്രൂഡർ കൊടുക്കുക, ജസ്റ്റ് താത്തി വെക്കുക. എന്തിനു വേണ്ടി? അടിയിലത്തെ പടിക്ക് വേണ്ടിയിട്ട് വീണ്ടും ഒരു എക്സ്ട്രൂഡർ കൊടുക്കുക, താത്തി കാല് വെക്കുക. ഓക്കെ, ഇപ്പോൾ 4 പടിയുണ്ട്. പടിക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ഇവിടുത്തെ ആ പടി ഫുള്ളായിട്ടായിരിക്കില്ല, ജസ്റ്റ് ഒരു ഫുള്ളായിട്ടാണോ വന്നേക്കുന്നത് നോക്കിയിടാം. ഇപ്പൊ നോക്കിയിടാം, ഫുൾ
ഫുൾ കാലിൽ ഫിറ്റ് ചെയ്തിട്ടാണോ അതോ ഉള്ളി മാത്രം ഫുള്ളായി ഞാൻ ചോദിച്ചേ ആ നമുക്ക് ഫുള്ളായിട്ട് ജസ്റ്റ് ജസ്റ്റ് സെലക്ട് ചെയ്യുക, ഡിലീറ്റ് കൊടുത്തു, ഓപ്പോസിറ്റ് ഫേസ് സെലക്ട് ചെയ്യുക, ഡിലീറ്റ് കൊടുത്തു. രണ്ട് ഫേസ് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അതിനുശേഷം എഡ്ജസ് എടുക്കുക, ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്യുക, ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് ഈ എഡ്ജസ് ഡബിൾ ക്ലിക്ക് ചെയ്യുക. എന്ത് ചെയ്യണം? ബ്രിഡ്ജ് എന്ന ടൂൾ ഉപയോഗിക്കുക. ഇവിടുത്തെ ബ്രിഡ്ജ് നമുക്ക് സെറ്റായി. ഓക്കെ അല്ലേ? അതിനുശേഷം ഇവിടുത്തെ ഫേസും ഡിലീറ്റ്, ഡിലീറ്റ്. ഓക്കെ, എഡ്ജസ് എടുക്കുക, ഡബിൾ ക്ലിക്ക് ചെയ്യുക, ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് അടുത്തതും ഡബിൾ ക്ലിക്ക് ചെയ്യുക, ബ്രിഡ്ജ് കൊടുക്കുക. അപ്പൊ ഇതിനകത്ത് ഏതെങ്കിലും അഡീഷണൽ ആയിട്ട് ഇതുണ്ടോ? ഇവിടെ സെലക്ഷൻ എഡ്ജസ് ഇങ്ങോട്ട് കയറി സെലക്ട് ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ബ്രിഡ്ജ് കൊടുത്തപ്പോൾ അപ്ലൈ ആകാതെ. ജസ്റ്റ് എന്ത് ചെയ്യണം? ഇവിടെ മാറ്റി സെലക്ട് ചെയ്യായിരുന്നു. ഇന്ന് ദൂരെ നിന്ന് സെലക്ട് ചെയ്യുന്ന സമയത്ത് എഡ്ജസ് മാറി കാണാൻ സാധ്യതയുണ്ട്. അതാണ് ഓക്കെ, അതവിടെ എടുത്തു. വീണ്ടും ഒന്നുകൂടെ ഫേസ് ഡിലീറ്റ് ചെയ്ത് കളയാണ്. അപ്പം നമുക്ക് സ്റ്റാൻഡായി. ഇതിനകത്ത് നമ്മുടെ പ്രിക്കോഷൻ ലെഫ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് വെർട്ടിക്സ് ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്യുക, ഡബ്ല്യു വെച്ച് ഒന്ന് സ്വരം പോകാൻ വേണ്ടി. ഓക്കെ, അപ്പൊ അത് ആയിട്ട് വിളിക്കും അല്ലേ? ചെയ്യണം. ഇനി ഇതിന്റെ ചെറിയൊരു തടിപ്പ് അത് മെയിനിലേക്ക് പൊങ്ങാനുണ്ട്. അതിനു വേണ്ടി ജസ്റ്റ് അത്രയും ഫേസ് മാത്രം സെലക്ട് ചെയ്യുക, കൊടുക്കുക, ഡബ്ല്യു യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് വെച്ചിട്ട് ആ പടി വെക്കുന്നത്. ഇതിന്റെ ഉള്ളിലേക്കുള്ളത് ഒന്നുകൂടെ പിഴിഞ്ഞു പോകണം തോന്നുവാണെങ്കിൽ ജസ്റ്റ് സെലക്ട് ചെയ്യുക, ഫേസ് മാത്രം ഉള്ളിലെ ഫേസ് മാത്രം സെലക്ട് ചെയ്യുക, എക്സ്ട്രൂഡ് കൊടുക്കുക, ആ ബ്ലൂ ആരോ മാർക്ക് പിടിച്ച് ബാക്കിലേക്ക് ഓട്ടോമാറ്റിക്കലി ഇവിടെ ആ തരപ്പ് കിട്ടും. അതിന്റെ അകത്തൊരു ചെറിയൊരു പീസ് അവിടെ ഇരിപ്പുണ്ട്. എന്താണ് ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ അതിൽ. ഓക്കെ, ഇതിപ്പോ ഇതേ തന്നെ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ 4 ഒരുമിച്ച് ഒരെണ്ണം സെപ്പറേറ്റ് ചെയ്തിട്ട് കൊടുക്കുകയാണെങ്കിൽ 4 ലൂപ്പിൽ ഇട്ടാൽ മാത്രം. ഓക്കെ, ഒന്ന് ചെയ്താൽ മതി, ഒന്നിൽ കൂടുതൽ ചെയ്യേണ്ട ആവശ്യം വരില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഞാൻ എന്ത് ചെയ്യണം? ഷേപ്പ് ജസ്റ്റ് ഒരു ബോക്സ് എടുത്തോ, ഇങ്ങനൊരു ബോക്സ് എടുത്തു. ഓക്കെ, ഇതിനകത്ത് ഇൻസേർട്ട് ഇട്ട് കൊടുക്കണം. ഇൻസേർട്ട് ഇട്ട് കൊടുക്കുമ്പോൾ അത് 2 ഇൻസേർട്ടിന്റെ ഉള്ളിൽ വേണം. അതിന് മൾട്ടിപ്പിൾ ഓണാക്കി ജസ്റ്റ് 2 ഇട്ട് കൊടുത്തു. 2 ഇൻസേർട്ടിന്റെ ഉള്ളിൽ വന്നിട്ടുണ്ട്. ഓക്കെയാണോ? ഓക്കെ അല്ലേ? വെർട്ടെക്സ് എടുക്കുക, ഡബ്ല്യു പ്രസ് ചെയ്തിട്ട് ടൂൾ മാറ്റിയിട്ട് വേണം എടുക്കുന്നത്. ജസ്റ്റ് വെർട്ടെക്സ് എടുത്തു, വെച്ചു.